ഹായ് ഫ്രണ്ട്സ്, മിനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ ഒരു ഷഷ്ടി കാണാൻ പോയാലോ? അപ്പം ഞങ്ങളുടെ ഇവിടെ ആറേശ്വര അമ്പലത്തിൽ ഇന്ന് ഷഷ്ടിയായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, കാവടിയാട്ടവും എല്ലാം ഉണ്ടായിരുന്നു. റോട്ടിലൊക്കെ നല്ല ബ്ലോക്കും ചെണ്ടകൊട്ടും മേളവും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ആറേശ്വര അമ്പലത്തിനെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് കേട്ടോ വിശേഷിപ്പിക്കണേ. വലിയ മലയുടെ മുകളിലാണ് അമ്പലം. വലിയ മല കയറി പോണ അമ്പലത്തിലേക്ക് എത്തണമെങ്കിട്ടാ. ചുറ്റും നിറയെ കാടുമാണ്. പോണ വഴിയൊക്കെ നിറയെ കല്ലുകളാണ് കേട്ടോ. അമ്പലത്തിലേക്ക് അങ്ങോട്ട് കയറി പോണ വഴിയൊക്കെ ഭയങ്കര കല്ലും കട്ടയൊക്കെയാണ്. കുറേ അങ്ങോട്ട് കയറി പോണ കേട്ടോ മലയുടെ മുകളിലേക്ക്. കൊടകര അടുത്താണ് കേട്ടോ ഈ അമ്പലം വരുന്നത്. കൊടകര അടുത്ത് വാസുപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം വരുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു അമ്പലം കൂടിയാണിത്. പിന്നെ ആൾരൂപം, കയ്യ്, കാല് അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറേ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. താഴെ നിറയെ കല്ലും കട്ടയൊക്കെയാണ്. അതിൽ കൂടെ അങ്ങോട്ട് മുകളിലേക്ക് കുറച്ച് അങ്ങോട്ട് കയറി പോയാലാണ് അമ്പലം എത്തുക. പിന്നെ ഈ അമ്പലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അമ്പലത്തിൽ പുനർജനി എന്ന് പറഞ്ഞൊരിതുണ്ട്. രണ്ട് വലിയ പാറകളാണ്. ആ പാറകളുടെ ഇടയ്ക്ക് ചെറിയൊരു സ്പേസ് ഉള്ളൂ. അതിൽ കൂടെ നൂഴ്ന്ന് കയറാമെന്ന് പറഞ്ഞൊരു വഴിപാട് കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതിലേ കയറുമ്പോൾ വ്രതമൊക്കെ എടുത്തിട്ട് വേണം കയറണം എന്നുണ്ടെങ്കിൽ. അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, വ്രതം എടുക്കാത്തവർ അതിലേ നൂഴ്ന്ന് കയറരുതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ സ്വാമിമാരവിടെ നൂഴ്ന്ന് കയറണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുകളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നെ പടികളാണ്. 18 പടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. ആ 18 പടി കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പുനർജനി ഗുഹ എന്ന് പറഞ്ഞത്. രണ്ട് വലിയ പാറകളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിൽ കൂടെയാണ് ഈ സ്വാമിമാരൊക്കെ അങ്ങോട്ട് നൂഴ്ന്ന് ഇറങ്ങണത്. കുറേ പേര് ആ വഴിപാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം ഞങ്ങളവിടെ നോക്കിയൊക്കെ നിന്നു. അതൊക്കെ കണ്ട് നിന്നു കേട്ടോ. വളരെ ചെറിയ ഗ്യാപ്പുള്ളൂ കേട്ടോ അതിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്ന് തോന്നും. പക്ഷേ എല്ലാവരും സ്വാമിമാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അപ്പുറത്തേക്കൂടെ വരണം. അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് അങ്ങോട്ട് കയറി പോകണം കേട്ടോ. കയറിപ്പോയി അപ്പുറത്തേക്കൂടെ വരണം. അതാണ് പുനർജനി ഗുഹ നൂഴ്ന്ന് കയറാന്ന് പറയണത്. നൊയമ്പും വ്രതമൊക്കെ എടുക്കാത്തവർ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറരുതെന്ന് അവിടെ അനൗൺസ്മെൻറ്റിലൂടെ പറയണുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ പുനർജനിയൊക്കെ കുറച്ച് നേരം കണ്ട് നോക്കി നിന്ന് പിന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വഴിപാടുകളൊക്കെ എടുത്തു വച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി പോന്നു കേട്ടോ. വൃശ്ചിക മാസം 1-ാം തീയതിയാണ് ഇവിടെ ഷഷ്ടി വരുന്നത് ആറേശ്വര അമ്പലത്തിൽ. സ്ത്രീകളുടെ ശബരിമല എന്നാണ് കേട്ടോ ഈ അമ്പലത്തിനെ വിശേഷിപ്പിക്കുന്നത്. ചുറ്റും കാണാനൊക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. ചുറ്റും ചെറിയൊരു കാടും ഒക്കെ ആയിട്ട് കല്ലും കട്ടയൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു രസമാണ് അവിടെ കാണാനുമെല്ലാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഷഷ്ടിയും കാവടിയാട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലം ഷഷ്ടിക്ക് നല്ല തിരക്കാണ്. അപ്പോൾ കാവടിയാട്ടവും ചെണ്ടമേളവും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക് യു.